ഈ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ച് ഒരു അമേരിക്കൻ പൗരനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവകാശപ്പെട്ട അദ്ദേഹം അമേരിക്കൻ സൈനികനാണ് എന്നാണ്. അപ്പോൾ ഈ അതിർത്തിയിൽ ഇങ്ങനെ രേഖകളില്ലാതെയാണ്, എന്താണ് അദ്ദേഹം ഏത് പൗരനാണ് എന്ന രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിടിച്ചത്. ഇതിപ്പോൾ നേപ്പാൾ അതിർത്തിയിൽ വെച്ച് പിടിച്ചെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ പലരെയും പിടിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇയാൾ ഒരു അമേരിക്കൻ പൗരനാണെന്നാണ് ഇയാൾ പറയുന്നത്. കാഴ്ചയിൽ ഒരു വിദേശിയാണ്, പക്ഷെ ഇയാളുടെ കയ്യിൽ യാതൊരുവിധ തിരിച്ചറിയൽ രേഖകളില്ല, പാസ്പോർട്ടില്ല, ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് ഒന്നുമില്ല, വിസയില്ല, യാത്രാരേഖകളൊന്നും തന്നെ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു 36 വയസ്സുകാരൻ, അയാളുടെ പേര് ജോർദാൻ ബ്രൗൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾ അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള അവിടെയാണ് താമസം. ഇയാൾ അമേരിക്കൻ നേവി ഉദ്യോഗസ്ഥനാണെന്നും പറയുന്നു, അറിയില്ല, അവകാശപ്പെടുന്നതാണ്. ഏതായാലും ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ച് അവിടുത്തെ അതിർത്തി രക്ഷാസേനയായ സശസ്ത്ര സീമാബൽ SSB അവരാണ് ഇവരെ പിടികൂടുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ സനൌലി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ മേനിഹ്വ എന്ന് പറയുന്ന സ്ഥലത്ത് പില്ലർ നമ്പർ 516, നമ്മുടെ ഈ കൊച്ചി മെട്രോയ്ക്ക് പില്ലർ നമ്പർ എന്ന് പറയുന്ന പോലെ ബോർഡറിൻ്റെ അവിടുത്തെ ഒരു പില്ലർ നമ്പർ 516 സംശയകരമായി ഇയാളെ കണ്ടു. അപ്പോൾ പോലീസ് അയാളെ, അല്ലെങ്കിൽ അതിർത്തി രക്ഷാസേന ഇയാളെ നിരീക്ഷിക്കുന്ന കണ്ടപ്പോൾ ഇയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. പുറകെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ചോദ്യം ചെയ്യലിൽ ഇയാൾ പ്രശ്നക്കാരനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇയാൾ ഈ ഇവരുടെ കസ്റ്റഡിയിലിരുന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ വെളിപ്പെടുത്തിയതനുസരിച്ച് ഇയാൾ തായ്ലൻഡിലോട്ട് ഒരു ടൂറിസ്റ്റായിട്ട് വന്നതാണ്. വിസയും മറ്റു കാര്യങ്ങളും യാത്രാരേഖകളെല്ലാം ഉണ്ടായിരുന്നു തായ്ലൻഡിലേക്ക് വരുമ്പോൾ. അപ്പോൾ അവിടെ വെച്ച് ഇയാളുടെ പാസ്പോർട്ട് നഷ്ടമായി. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വിദേശി അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഏതെങ്കിലും രാജ്യത്ത് യാത്രാരേഖകൾ നഷ്ടമായാൽ ആ യാത്രാരേഖകൾ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കാൻ നോക്കും, സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ നോക്കും. ഈ ചങ്ങാതി ചെയ്തത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. നേരെ സമുദ്രമാർഗം ശ്രീലങ്കയിലേക്ക് പോയി. ശ്രീലങ്കയിലേക്ക് പോയിട്ട് അവിടുന്ന് കടൽ കടന്ന് വീണ്ടും ഇന്ത്യയിലേക്ക്, എന്നിട്ട് നമ്മുടെ ഗോവയിൽ കഴിഞ്ഞ 2025 നവംബർ 2-ാം തീയതി ഗോവയിൽ വന്ന് അടിഞ്ഞു. കടൽ മാർഗം വന്ന് അവിടെ വന്ന് ചേക്കേറി. അങ്ങനെ ഒരു 7 മാസം ഇയാൾ ഇന്ത്യയിൽ യാതൊരുവിധ യാത്രാരേഖകളോ പാസ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് വിഹരിക്കുകയായിരുന്നു ഗോവയിൽ വന്നിട്ട്. അങ്ങനെ ഗോവയിലിരുന്ന് ഇയാൾക്ക് അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു വെളിപാട് തോന്നി. ഇയാൾ അവിടുന്ന് ബംഗളൂരുവിലേക്ക് പോയി. അവിടെ നിന്ന് ഈ പറയുന്ന പോലെ സൊനൂലി എന്ന് പറയുന്ന ഈ അതിർത്തി പ്രദേശത്തേക്കും പോയി. ഇയാൾക്ക് നേപ്പാളിലേക്ക് കടക്കണം എന്നുള്ളതായിരുന്നു ഇയാളുടെ പ്ലാൻ. അപ്പോൾ എന്താണ് ഇയാൾ ഇങ്ങനെ യാത്രാരേഖകളൊന്നുമില്ല, തായ്ലാൻഡിൽ വന്ന് 6-7 മാസം ഇന്ത്യയിൽ ഇങ്ങനെ തെക്കുവടക്ക് നടന്ന് പിന്നെ നേപ്പാളിലേക്ക് പോകുന്നു. എന്താണ് ഇയാളുടെ പരിപാടി എന്നുള്ളത് ഇതുവരെ ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇയാളുടെ കയ്യിൽ നിന്ന് 31,460 രൂപ ക്യാഷായിട്ടും 2 മൊബൈൽ ഫോണുകളും കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഈ SSB ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇയാൾ ഇന്ത്യയിൽ താമസിച്ചു, ആ സമയത്തുള്ളിൽ രാജ്യവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതിന് ഇതുവരെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇയാളെ അന്വേഷണ വിധേയമായിട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അവരും ഇയാളുടെ കാര്യത്തിൽ അന്വേഷണം നടത്തുകയാണ്. നിലവിൽ ഇയാൾ ഈ വിസ നിയമം ലംഘിച്ചതിനും ഈ അനധികൃതമായി ഇന്ത്യയിൽ തങ്ങിയതിനും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു നമുക്കറിയില്ല, വ്യക്തതയില്ല. ഇത് ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സമീപകാലത്ത് നിരവധി വിദേശികളായിട്ടുള്ളവർ ഇതേപോലെ ചില നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം. ഈ നമ്മുടെ 6 ഉക്രൈനിയൻകാരും 1 അമേരിക്കക്കാരനുമടക്കം NIA കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഇവർ ചെയ്ത പരിപാടി ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിൽ വന്നിട്ട് നേരെ നമ്മുടെ മിസോറാമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മ്യാൻമറിലേക്ക് കടന്നിട്ട് അവിടുത്തെ വിഘടനവാദി ഗ്രൂപ്പുണ്ട്, അതിൻ്റെ പേര് ചിൻ നാഷണൽ ആർമി എന്നാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഇവർ സൈനിക പരിശീലനം നൽകി, ഡ്രോണുകൾ അടക്കം ഉപയോഗിക്കുന്ന പരിശീലനം നൽകി. അപ്പോൾ ഇതിൻ്റെ നേതാവ് ഒരു അമേരിക്കക്കാരനെന്ന് പറയുന്ന അയാളുടെ പേര് മാത്യു ആരോൺ വാൻ ഡെക്ക് എന്നാണ്.
ഇദ്ദേഹം അമേരിക്കൻ സൈനികനാണെന്നും പറയുന്നു, ഒരു അമേരിക്കൻ കൂലിപ്പടയാളിയാണെന്നും പറയുന്നു. അതായത് ചില രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ചെന്ന് അവർക്ക് വേണ്ടിയിട്ട് ജോലി എടുക്കുന്ന ഒരാൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇയാൾ ഒരു എന്താ പറയുക, ഒരു ഏജൻസി തന്നെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് സൺസ് ഓഫ് ലിബർട്ടി ഇൻ്റർനാഷണൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇയാൾ ഓരോ രാജ്യങ്ങളിലും ചെന്ന് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവിടെയൊക്കെ ഇയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത് ഒരു സുരക്ഷാ അനലിസ്റ്റാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി സംവിധായകനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ചെല്ലുന്നത്. അപ്പോൾ ഏതായാലും ഈ മ്യാൻമറിൽ ചെന്നിട്ട് ഇതേപോലെ പരിപാടികൾ ചെയ്തു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നമാണ്. കാരണം നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തി മേഖലകളിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇയാൾ ചെയ്തു വച്ചേക്കുന്നത്. അപ്പോൾ ഇയാളിപ്പോൾ നിലവിൽ NIA പിടിയിലായിട്ട് തിഹാർ ജയിലിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് രസകരമായൊരു സംഗതി വന്നു. ഇയാൾക്കിപ്പോൾ ഈ എരിവും എണ്ണയൊക്കെ ഉള്ള ഇന്ത്യൻ ഭക്ഷണമൊന്നും പോരാ പോലും. അയാൾക്ക് അമേരിക്കൻ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തതായിട്ടാണ് വിവരം. ഇനി വേറൊരു ചങ്ങാതി, അയാളുടെ പേര് ഡാനിയൽ സ്റ്റീഫൻ കോണി എന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു മുൻ സൈനികനാണ്, ഒരു 50 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ഈ ചങ്ങാതി ചെയ്തത് ഈ തെലങ്കാന, ആന്ധ്ര, ഒഡീഷ, മണിപ്പൂർ പ്രത്യേകം ശ്രദ്ധിക്കണം, മണിപ്പൂർ, ഇവിടെ ഈ മണിപ്പൂർ കലാപമൊക്കെ നടന്നതാണ്. ഇയാളൊരു ഇവാഞ്ചലിസ്റ്റാണ്. ഇവാഞ്ചലിസ്റ്റ് എന്ന് വെച്ചാൽ തീവ്ര മതചിന്ത ഉള്ളൊരു കക്ഷി. ഈ കക്ഷി അവിടെ പോയി മതപ്രഭാഷണങ്ങൾ നടത്തിയിട്ട് വളരെ എന്താ പറയുക, ഈ വർഗീയ വികാരം ആളിക്കത്തിക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇയാൾക്ക് ഒരു സ്വന്തം യൂട്യൂബ് ചാനലുള്ള, ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫൂൾ ഫോർ ക്രൈസ്റ്റ് എന്നാണ്. അതിൽ ഈ മണിപ്പൂരിലുള്ള ഈ കുക്കികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ഈ കലാപത്തിൽ ഒരു വിഭാഗത്തുള്ളവർ, അവർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഡ്രോൺ സാങ്കേതിക വിദ്യ പറപ്പിക്കുന്ന പരിപാടികളൊക്കെ പരിശീലിപ്പിക്കുന്ന വീഡിയോ ഇയാൾ തന്നെ എടുത്ത് ഇയാളുടെ യൂട്യൂബ് ചാനലിലിട്ടു. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനൊരു സംഗതി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി അടുത്ത കഥാപാത്രം ജെയിംസ് ലിനോഡ് വാട്സൺ, 58 വയസ്സുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സൈനിക പശ്ചാത്തലം സ്ഥിരീകരിച്ചിട്ടില്ല, സൈനികനാണെന്ന് പറയപ്പെടുന്നു, അറിയില്ല. ഈ ചങ്ങാതി ഇവിടെ വന്നത് ബിസിനസ് വിസയിലാണ്. ബിസിനസ് വിസയിൽ വന്നിട്ട് ഇദ്ദേഹവും ചെയ്തത് നിയമവിരുദ്ധമായ മതപരിവർത്തന പ്രവർത്തനങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ ട്രേഡ് സീക്രട്ട് അത്ഭുത രോഗശാന്തി ശുശ്രൂഷകളാണ്. മഹാരാഷ്ട്രയിലെ താനെ, അവിടുത്തെ ഭിവണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. ഇപ്പോൾ അവിടെ ചെയ്തത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടെ ഈ വീടുകൾ കേന്ദ്രീകരിച്ച് ചെറിയ സമ്മേളനങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മാറാരോഗികളായിട്ടുള്ളവരെ കൊണ്ടുവന്ന് അവിടെ പ്രാർത്ഥിപ്പിക്കുക. എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾക്ക് രോഗശാന്തി കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക. അങ്ങനെ മതപരിവർത്തന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള പരിപാടിയാണ് ഇയാൾ ചെയ്തത്. അപ്പോൾ ഇയാളും ഇതേപോലെ പിടിയിലായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നൊരു സംഭവം കൂടിയുണ്ട്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശിൽ, അവിടെ ടെറൻസ് അരവെല്ലെ ജാക്സൺ എന്ന് പറയുന്ന, നിലവിൽ മറ്റുള്ളവരൊക്കെ സൈനിക പശ്ചാത്തലമുണ്ടെന്ന് പറയുന്നവരും സ്ഥിരീകരിക്കപ്പെടാത്തവരുമാണെങ്കിൽ നിലവിൽ അമേരിക്കയുടെ US സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥൻ, അതായത് ഒരു ഏജൻ്റാണ് അയാൾ. നമ്മുടെ ജെയിംസ് ബോണ്ട് ഒരു ഏജൻ്റ് എന്ന് പറയുന്ന പോലെ ഒരു ഏജൻറ്റ്. അയാൾ ധാക്കയിലെ ഗുൽഷൻ എന്ന് പറയുന്ന ആഡംബര ഹോട്ടലിൽ വെച്ച് മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. അതൊരു സ്വാഭാവിക മരണം ആണ് എന്നാണ് പൊതുവിൽ അവർ പറയുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം അവിടെ നടന്നില്ല. ഇയാളുടെ ബോഡി അടക്കം അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥർ അവിടെ ഒന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ ഇയാൾ ഇതേപോലെ ഒരു ബിസിനസ് വിസയിലാണ് ധാക്കയിൽ വന്നത്. ഔദ്യോഗികമായിട്ട് അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അനൗദ്യോഗികമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ബംഗ്ലാദേശിലെ സൈനിക ഉദ്യോഗസ്ഥർക്ക് സൈനിക പരിശീലനം നൽകുന്ന ചുമതല ഏറ്റെടുത്ത് വന്നയാളാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോൾ സമീപകാലത്ത് ഇന്ത്യയും ബംഗ്ലാദേശും അത്ര സ്വരച്ചേർച്ചയിലല്ല. അപ്പോൾ ഇന്ത്യയുടെ തൊട്ടടുത്ത രാജ്യത്ത് ഒരു അമേരിക്കൻ ഏജന്റ് രഹസ്യ ദൗത്യവുമായിട്ട് വന്നതിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അതീവ താല്പര്യപൂർവ്വം ആ കാര്യം പരിഗണിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ നിരന്തരം അമേരിക്കയുടെ ആൾക്കാർ പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല ആളുകളായിട്ട് ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് കയറി ഇമാതിരി പരിപാടികൾ കാണിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരുടെ ഇടയിലും ഗൗരവതരമായ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന, അവരവകാശപ്പെടുന്നത് പോലെ അത്ര എന്താ പറയുക, നിഷ്കളങ്കമല്ല ഇവരുടെ. അതെ, അതായത് നമ്മൾ പൊതുവെ പറയാറുണ്ട് ഈ ഡീപ് സ്റ്റേറ്റ് എന്നും അല്ലെങ്കിൽ CIA എന്നും പറയാറുണ്ട്. പക്ഷേ ഇവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടുമില്ല. പക്ഷേ
ഇവരുടെയൊക്കെ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങളുടെ ഇരകളായിട്ടുണ്ട് നമ്മൾ പലപ്പോഴും. അമേരിക്ക നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റ്സ് അമേരിക്ക മാത്രമല്ല, ലോക സാമ്പത്തിക ക്രമത്തെ നിയന്ത്രിക്കുന്നതാണ് ഡീപ് സ്റ്റേറ്റ്. അമേരിക്കയിലെ വലിയ പ്രമുഖ വ്യവസായികൾ, ധനാട്യന്മാരും അതിൻ്റെ പങ്കാളികളാണ്. ചില ഉദ്യോഗസ്ഥരും അതിൻ്റെ പങ്കാളികളാണ്. അതേപോലെ അമേരിക്കയുടെ ഔദ്യോഗിക രഹസ്യാന്വേഷണ ഏജൻസിയാണ് CIA. അപ്പോൾ അവരും രഹസ്യമായിട്ട് ഇടപാടുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അവർ പ്രത്യക്ഷത്തിൽ അവരെ നമുക്ക് കാണാനോ അനുഭവിക്കാനോ മാർഗമില്ല. ഒരു പക്ഷേ ഈ കാണപ്പെട്ട ഈ ദിവ്യന്മാരെല്ലാവരും തന്നെ ഇതേപോലെയുള്ള രഹസ്യ ദൗത്യങ്ങളുമായി ഏറ്റെടുത്ത് ഇന്ത്യയിലേക്ക് വന്നതാവാം, നമുക്ക് ഉറപ്പൊന്നുമില്ല. ഏതായാലും ഇവരെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനുശേഷമേ നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ.